Kerala ranked among worst performing states in Niti Ayog's Fiscal Health Index. നീതി ആയോഗ് കണ്ടെത്തിയ കേരളം പെർഫോം ചെയ്യാത്ത മേഖലകളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിലും നിർദ്ദേശങ്ങൾ കാണുന്നില്ല. അതിനിയെങ്കിലും അത് മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. മൊത്തത്തിലുള്ള റിപ്പോർട്ട് 2014 മുതലുള്ളതാണ്. 2014 മുതൽ കോവിഡിൻ്റെ ദീർഘകാലം വരെ തുടങ്ങി ഈ 22-23 ഘട്ടത്തിലേക്ക് വരുന്നതാണ് ഈ റിപ്പോർട്ട്. അതോടെ മനസ്സിലാക്കണമെന്ന്. അപ്പോൾ ആ 9 വർഷത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. BJP ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 9 വർഷമാണെന്നുള്ളത് ഈ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവും. സാർ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ അതിനു മുമ്പത്തുള്ള കണക്കുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാർ കോവിഡിൻ്റെ സമയമായിരുന്നു. അതിനു മുമ്പത്തെ ഗവൺമെൻറ്റിനേക്കാളും നല്ല സ്പെൻഡിങ് നടത്തി, ഏറ്റവും കൂടുതൽ കോവിഡിനെ നേരിടാൻ സ്പെൻഡിങ് നടത്തിയതാണ്. 1,15,000 കോടി രൂപയിലധികമാണ് ഒരു വർഷം ശരാശരി സ്പെൻഡിങ് നടത്തിയത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അതിന് തുടർന്ന് കേന്ദ്രം എല്ലാം വെട്ടിക്കുറച്ചൊരു ഘട്ടത്തിൽ വന്ന ഗവൺമെൻറ് 1,64,000 കോടിയാണ് സാർ വാർഷികമായിട്ട് സ്പെൻഡിങ് നടത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷക്കാലം നമുക്ക് വല്ലാത്ത പണം അല്പം പോലും അധികം ചിലവാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. 1,59,000 60,000 കോടി എന്ന നിലയിലായിരുന്നു 3 വർഷം നിന്ന്. ഈ വർഷം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഈ വർഷം സാർ മാർച്ച് അവസാനമാകുമ്പോൾ 1,78,000 കോടി ഞങ്ങൾ സ്പെൻഡ് ചെയ്യും. സാർ, 1,60,000 3 വർഷക്കാലം അങ്ങനെ പിടിച്ചു നിന്നിടത്തുന്നു. 1,78,000 എന്ന് പറഞ്ഞാൽ 18,000 കോടി രൂപ അധികമായി ചിലവാക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ലക്ഷണമല്ലേ സാർ? എന്ന് മാത്രമല്ല സാർ, അടുത്ത വർഷത്തെ ബഡ്ജറ്റ് ചരിത്രത്തിലാദ്യമായി കേരളത്തിൻ്റെ ബഡ്ജറ്റ് 2 ട്രില്യൺ റുപ്പീസിലേക്ക് എത്തി. 2 ലക്ഷം കോടി കടക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ആ പറഞ്ഞ കണക്കുകളിലേക്ക് എത്തും എന്ന നിലയിലേക്ക് നമുക്ക് മുന്നോട്ട് വന്നു.